രുദ്രാക്ഷം, ഞാൻ പറയുന്നത് അനുസരിക്കാൻ വയ്യെങ്കിൽ എങ്കിൽ പിന്നെ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അർജുൻ അവളെ നോക്കിയതും ചിമ്മുവിന് ദേഷ്യം വന്നിട്ട് വയ്യ. ഇത്ര നാളും ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചത്. ഇനിയും മുന്നോട്ട് അങ്ങനെ മതി. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. തീർച്ചയാണോ? അർജുൻ ചോദിച്ചതും അവൾ അതേന്ന് തലകുലുക്കി. ശരി, നിന്റെ ഇഷ്ടം പോലെ. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നതും ചിമ്മു നെറ്റിച്ചൊളിച്ച് അവനെ നോക്കി. അവൾക്ക് ഇത്തിരി പേടിയും തോന്നി. എന്താടി? ഒന്നുമില്ലെന്ന് അവൾ ചുമൽ ചലിപ്പിച്ചു. ഡി, ഞാൻ പറയും പോലെ നീ അനുസരിക്കില്ലല്ലേ? ഇല്ല. ഉറപ്പാ? അതെ. ഓക്കെ. ഒരു പൊട്ടിത്തെറിയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അർജുൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടായില്ല. അവൻ അവിടെ കിടന്ന സോഫയിലിരുന്നു. എന്നിട്ട് ബുക്ക് വായന തുടർന്നു. ഈ അന്യനിത് എന്തിൻ്റെ കേടാണെന്ന് ഓർത്തുകൊണ്ട് ചിമ്മുവളുടെ ബാഗ് തുറന്നു. എന്നിട്ട് ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. അർജുൻ പഠിപ്പിച്ച വിഷയം ഒഴികെ ബാക്കിയെല്ലാം അവൾ നല്ല രീതിയിൽ പഠിച്ചു. അവൾ വായിക്കുന്നതും പഠിക്കുന്നതും എഴുതുന്നതുമെല്ലാം അർജുൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ സബ്ജക്റ്റ് അവൾ പഠിക്കാഞ്ഞതും അർജുൻ ശ്രദ്ധിച്ചു. എന്നിട്ടും അനങ്ങാതെ അവനിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ചിന്മയി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. എന്നിട്ട് ബാഗിലേക്ക് ബുക്സ് എടുത്തു വെച്ചു. നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യാനെടുത്തു. അപ്പോഴാണ് അർജുൻ വാഷ്റൂമിൽ നിന്ന് വരുന്നത്. ഡ്രസ്സ് വല്ലതും അയൺ ചെയ്യണോ? പെണ്ണ് അവൻ്റെ നേർക്ക് നോക്കി. അർജുൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങനൊരു മനുഷ്യൻ! പെറുപിറുത്തുകൊണ്ട് അവൾ അർജുൻ്റെ ഒരു ഷർട്ട് വലിച്ചെടുത്തു. എന്നിട്ട് അയൺ ബോക്സ് എടുത്ത് കോളർ തേച്ച ശേഷം സ്ലീവിൻ്റെ ഭാഗം തേക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അമ്മയാണ്. ഹലോ അമ്മേ. ആ മോളു. എന്താമ്മേ? നീ പഠിത്തമാണോടാ? അല്ല മോ, പറയൂ. മോളുടെ ഫ്രണ്ട് മന്നിയെ കണ്ടു. ആണോ? എന്നിട്ട് അവളെന്തു പറഞ്ഞു? സംസാരം കുറേ നീണ്ടുപോയി. എന്തോ കരിയുന്ന മണം പോലെ അർജുന് തോന്നി. ചിന്മയി ഡ്രസ്സ് അയൺ ചെയ്യുന്നത് അവൻ കണ്ടായിരുന്നു. അവൾ ഫോൺ വിളിക്കുന്നതും അവൻ അറിയുന്നുണ്ട്. മിക്കവാറും ഡ്രസ്സ് കരിഞ്ഞതാവാൻ സാധ്യതയുണ്ടെന്ന് അർജുന് തോന്നി. അവിടെ കരിഞ്ഞു കിടക്കട്ടെ എന്നോർത്ത് അർജുൻ അനങ്ങാനും പോയില്ല. പാവം അർജുൻ അറിഞ്ഞിരുന്നില്ല അവൻ്റെ ഷർട്ടാണ് കത്തിക്കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അമ്മയോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് ചിമ്മു ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് റൂമിലേക്ക് വന്നു. യോ എൻ്റെ ഭഗവാനേന്ന് അവൾ ഉറക്കെ വിളിച്ചു കൂവി. പെണ്ണിന് വല്ല ഷോക്ക് ഏറ്റുവെന്ന് പേടിച്ച് അർജുൻ മുറിയിലേക്ക് പാഞ്ഞു വന്നപ്പോൾ അവൻ്റെ പിസ്ത ഗ്രീൻ നിറമുള്ള ഷർട്ടിൻ്റെ സ്ലീവ് കറിഞ്ഞിരിക്കുന്നതാണ് അവൾ കാണുന്നത്. അവൻ നോക്കിയപ്പോൾ ചിമ്മു പേടിച്ചരണ്ട് നിൽപ്പുണ്ട്. എന്താടി ഇതെല്ലാമെന്ന് അർജുൻ ഒരൊറ്റ അലർച്ച. ആ വീടാകെ നടുങ്ങി വിറച്ചു. അതുപോലെ ഉച്ചത്തിലായിരുന്നു അവൻ അലറിയത്. അവൻ പാഞ്ഞു വന്നതും ചിമ്മു കണ്ണുകൾ ഇറുക്ക് അടച്ചു. സോറി നമ്മൾ പതിയെ പറഞ്ഞു. അർജുൻ അവളുടെ കൈയുടെ തുടയ്ക്ക് മുകളിൽ പിടിച്ചു ശക്തിയായിട്ട്. ആ അർജുനേട്ടാ, എനിക്ക് വേദനിക്കുന്നു, വീട്ട്. അവൾ ദയനീയമായി കരഞ്ഞു. എന്നാൽ അവൻ പിടുത്തം വിട്ടില്ല. പകരം ഇത്തിരി ശക്തിയിൽ അവൻ അമർത്തിപ്പിടിച്ചു. യാതൊരു ബോധവുമില്ലാത്ത ഈ സാധനത്തിനെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കരുതെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും കാല് പിടിച്ച് പറഞ്ഞതാണ്. കേട്ടില്ല. എൻ്റെ ജീവിതം തൊലച്ചത് എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. വെളിവും വകതിരിവും ഇല്ലാത്ത ഒരുത്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് തള്ളിക്കയറി വന്നത്. ജാതകദോഷമാണല്ലോ കാരണം. ഒക്കെ എൻ്റെ വിധി. അനുഭവിച്ച് തീർക്കാം, അല്ലാണ്ട് വേറെ യാതൊരു വഴിയുമില്ല. അവൻ ഒരു ഊക്കോടുകൂടി ചിമ്മുവിനെ ബെഡിലേക്ക് തള്ളിയിട്ടു. കട്ടിലിൻ്റെ ക്രാസയിൽ പോയി അവളുടെ കൈ നന്നായി അടിച്ചു. അർജുൻ ശക്തിയിൽ അമർച്ചി പിടിച്ചതിൻ്റെ വേദനയോടൊപ്പം ഇതുകൂടായതും അവൾക്ക് തൻ്റെ വലത് കൈ പറഞ്ഞു പോകും പോലെ തോന്നി. നിറഞ്ഞ മിഴിയോടെ അവൾ അർജുനെ നോക്കി. നാശം പിടിച്ച സാധനം, ഇനി എൻ്റെ കൺമുമ്പിൽ പോലെ നീ വന്നേക്കരുത്. നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. നിന്നെ എനിക്ക് അറപ്പാണ്.
6 മാസം. അതിനപ്പുറം ഒറ്റ ദിവസം പോലും നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഏറ്റവും അർജൻറ്റായിട്ട് ഒരു വക്കീലിനെ കാണാൻ പോവാണ്. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോൾ 6 മാസത്തിനുള്ളിൽ നടക്കും. അർജുൻ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. ഒക്കെ കേട്ടുകൊണ്ട് അനങ്ങാതെ കിടക്കയിലിരിക്കുകയാണ് ചിന്മയി. ആരെങ്കിലും വന്ന് തോണ്ടോ പിടിക്കുകയോ ചെയ്താൽ അവൾക്കൊരു കൂസലുമില്ല. നീ ഇന്നങ്ങ് കൊടുത്തേക്കും. പഠിപ്പിച്ച് വിട്ടേക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ ഭാര്യയാണെന്ന് പോലും മറ്റാരും അറിഞ്ഞു പോകരുത്. കേട്ടോടി പുല്ലേ. അർജുൻ പറഞ്ഞതും ചിമ്മു തലകുലുക്കി. അർജുൻ ചെന്നിട്ട് കത്തിക്കരിഞ്ഞ് അവൻ്റെ ഷർട്ടെടുത്തു. എന്നിട്ട് അതുമായി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയത് നോക്കി ചിമ്മു കട്ടിലിരുന്നു. നെഞ്ചു പൊട്ടുന്നത് പോലെ പാവത്തിന് തോന്നി. അറപ്പാണ്, പിന്നെ എനിക്ക് വെറുപ്പാണ് അർജുൻ പറഞ്ഞ വാക്കുകൾ. അത് ഓർക്കും തോറും അവൾക്ക് നെഞ്ചു വിങ്ങിപ്പൊട്ടി. അർജുൻ അവളെ ആദ്യമായി കണ്ട നാൾ മുതലുള്ള കാര്യങ്ങൾ ഓർത്ത് കട്ടിലിൽ ചുരുണ്ടുകൂടി ഇരിക്കുവാണ് ചിന്മയി. അവൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ലെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും ശ്രീദേവി വല്യമ്മയുടെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ അവളോട് ആദ്യമായി പറഞ്ഞതാണ്. അർജുനേട്ടന് തന്നെ ഇഷ്ടമില്ലെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിഞ്ഞതാണ്. എന്നിട്ട് താനല്ലേ ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത്? ശരിക്കും താനല്ലേ ഒരു കുറ്റക്കാരി? തനിക്കായിരുന്നു വാശി. തന്നോട് മുഖത്ത് നോക്കി ഒരാൾ ആദ്യമായിട്ടാണ് തനിക്ക് സൗന്ദര്യമില്ലെന്ന് പറഞ്ഞത്. അന്നത് കേട്ടപ്പോൾ ഈ ആളെ തന്നെ വിവാഹം കഴിച്ചേ പറ്റൂന്ന് ഒരു പൊട്ട തീരുമാനമെടുത്തു. എന്തിനാ ഈ പാവത്തിൻ്റെ ജീവിതം താനായിട്ട് നശിപ്പിച്ചു കളയുന്നത്? താൻ വന്നതോടെ അർജുനേട്ടൻ്റെ ഉള്ള സമാധാനം കൂടി പോയി. ഒരിക്കലും ആൾക്ക് ചേരുന്ന ഒരു പെണ്ണല്ല താൻ. താൻ ഭാര്യയാണെന്ന് പറയുന്നത് പോലും ആൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അർജുനവൻ്റെ വായിൽ വന്നതൊക്കെ അവളെ വിളിച്ചു പറഞ്ഞിട്ടും ചിമ്മു അവളിൽ സ്വയം തെറ്റ് കണ്ടെത്തുകയാണ്. ഉള്ളിലൊരു നെരുപ്പോടെരിയുന്നുണ്ടെങ്കിൽ പോലും ചിമ്മു തൻ്റെ മുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്നു. ഈ സമയത്ത് അർജുനാണെങ്കിൽ സിറ്റൗട്ടിൽ കിടക്കുന്ന കസേരയിൽ ഇരിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ അവനെ പഠിപ്പിച്ച അവൻ്റെ പ്രിയപ്പെട്ട ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ കത്രീന. അർജുൻ്റെ വിവാഹത്തിന് കത്രീനാമ്മ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഈ ഷർട്ട്. അവന് ഒരുപാട് സന്തോഷമായിരുന്നു ആ സമ്മാനം കിട്ടിയപ്പോൾ. കാരണം അവൻ്റെ ഫേവറേറ്റ് കളറായിരുന്നത്. സിസ്റ്റർക്ക് അർജുൻ്റെ മനസ്സ് മറ്റാരേക്കാളും വ്യക്തമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഈ നിറമുള്ള ഷർട്ട് അവന് സമ്മാനമായി സിസ്റ്റർ കൊണ്ടുവന്ന് കൊടുത്തത് പോലും. എന്നിട്ട് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു ദിവസം കോൺവെൻറ്റ് വരണമെന്നും കൂടി പറഞ്ഞിട്ടാണ് അവർ പോയതും. പുത്തനോടെ വെച്ചിരിക്കുകയായിരുന്നു അവനാ ഷർട്ട്. അതാണ് ചിന്മയി കത്തിക്കരിച്ചു വെച്ചത്. കുറേ സമയം അർജുന കസേരയിലിരുന്നു. അതിനുശേഷം അവൻ അകത്തേക്ക് കയറി വന്നപ്പോൾ ചിന്മയി പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കുന്നുണ്ട്. അർജുൻ അടുക്കളയിലേക്ക് പോയി ഒരു പ്ലേറ്റ് എടുത്ത് ആഹാരം വിളമ്പി. ശേഷം ഹോളിലേക്ക് വന്നിട്ട് അവൻ ഒറ്റയ്ക്കിരുന്നത് കഴിച്ചു. പാവം ചെമ്മുവിനെ അവനൊന്ന് വിളിക്കുക കൂടി ചെയ്തില്ല. നീ കഴിക്കുന്നില്ലെന്ന് മാത്രമേ ആള് ചോദിക്കാറുള്ളൂ. അല്ലാതെ ഒപ്പമിരുന്ന് കഴിക്കാനൊന്നും വിവാഹശേഷം ഇതുവരെയായിട്ടും ഒന്നും നിർബന്ധിച്ചു പോലുമില്ല. എങ്കിൽ കൂടി അർജുൻ തനിച്ചിരുന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ ചിന്മയ്ക്ക് ഒത്തിരി വിഷമം തോന്നി. പിന്നെ ഏട്ടന് അത്രമേൽ വെറുപ്പുള്ള ഒരാളെ വിളിച്ചു കൂടെയിരുത്തി കഴിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നും അവൾ ഓർത്തു. അർജുൻ കഴിച്ചെഴുന്നേറ്റ് പോകുന്നതുവരെ അവൾ പുസ്തകത്തിലേക്ക് തന്നെ മുഖം പൂഴ്ത്തിയിരുന്നു. കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവളിലൂടെ ഒഴുകി വന്നിട്ട് പുസ്തകത്തിലേക്ക് വീണു. അർജുൻ ഭക്ഷണം കഴിച്ച ശേഷം ബെഡ്റൂമിലേക്ക് പോയി. ആരൊക്കെയോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബെഡൊക്കെ വിരിച്ചിടുന്നതും അവൾ കണ്ടു. കുറച്ചു കഴിഞ്ഞതും അർജുൻ കിടന്നു കഴിഞ്ഞുവെന്ന് ചിമ്മുവിന് മനസ്സിലായി. അർജുൻ അവളെ കിടക്കുവാനായി പോലും ഒന്നും വിളിച്ചില്ല. ചിമ്മു എഴുന്നേറ്റ് അവിടേക്ക് ചെന്നതുമില്ല. തന്നോട് ഇത്രമാത്രം വെറുപ്പുള്ള ഒരാളുടെ കൂടെ ഇനി എന്തിനാണ് ആ കിടക്കയിൽ കിടക്കുന്നതെന്ന് അവൾ ഓർത്തു. രാവിലെ അർജുൻ എണീറ്റപ്പോൾ
ആദ്യം നോക്കിയതവൻ തൻ്റെ വലതുവശത്തേക്കാണ്. എല്ലാ ദിവസവും അരികിൽ കിടന്നിറങ്ങുന്നവളെ അന്ന് കാണാഞ്ഞതും അവൻ ചാടി എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ 5:30. ഇത്ര നേരത്തെ അവൾ എഴുന്നേറ്റ് എവിടെ പോയിന്ന് കരുതി അവൻ വാതിൽ കടന്ന് വെളിയിലേക്ക് വന്നതും ദിവാൻ സെറ്റിൽ ചുരുണ്ടു കൂടിക്കിടന്നുറങ്ങുന്ന ചിന്മയിയായിരുന്നു കണ്ടത്. ഒന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നിലത്തേക്ക് വീഴും. ആ പരുവത്തിലാണ് അവളുടെ കിടപ്പ്. ചിന്മയി, അർജുൻ വിളിച്ചതും അവൾ ഞെട്ടി ഉണർന്നു. എന്നിട്ട് ചാടി എഴുന്നേറ്റതും ഉറക്കപ്പിച്ചായതുകൊണ്ട് അവൾ വീഴാൻ തുടങ്ങി. പെട്ടെന്ന് അർജുൻ അവളെ താങ്ങി പിടിച്ചു. മുഖത്തേക്ക് നോക്കിയപ്പോൾ കരഞ്ഞു വീർത്ത കവിളുകളും മിഴികളുമായിരുന്നു അവൻ കണ്ടത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. അകത്തു പോയി കിടക്കാൻ അർജുൻ പറഞ്ഞെങ്കിലും ചിന്മയി ആ ദിവാനിലേക്ക് തന്നെ ഇരുന്നു. നിന്നോട് പറഞ്ഞതനുസരിക്കാൻ വയ്യേ? അർജുൻ ശബ്ദമുയർത്തി. ഞാനിവിടെ കിടന്നോളാം. അർജുനേട്ടൻ പോയി കിടന്നോളൂ, അവൾ പെറുപെറുത്തു. ഇത്തിരി നേരം കൂടി അവിടെ നിന്ന ശേഷം അർജുൻ തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ പോയി. തുടരും.